ലെസൺ 14ൽ തന്നിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നില്ല. ആൻസർ തന്നിരിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു, ഇന്ധനമാറ്റം അനുവദനീയമല്ല, ആധുനിക LPG ഇൻബിൽറ്റ് മോഡലുകളുടെ കാര്യത്തിൽ പോലും ഉപയോഗിക്കാൻ കഴിയില്ല, അധികാരികളുടെ സാക്ഷ്യപത്രത്തിന് ശേഷം ഉപയോഗിക്കാം. ആൻസർ വരുന്നത് അധികാരികളുടെ സാക്ഷ്യപത്രത്തിന് ശേഷം ഉപയോഗിക്കാം. കെട്ടിവലിക്കുന്നത് ഡേഷിന് മാത്രം അനുവദനീയമാണ്. യന്ത്രിക തകരാറുള്ള വാഹനങ്ങൾ, രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ, രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ, മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ആൻസർ യന്ത്ര തകരാറുള്ള വാഹനങ്ങൾ. ഒരു സംസ്ഥാനത്ത് നൽകിയ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസുകൾ സാധുവാണ്. എവിടെ? ആക്ച്വലി എവിടെയൊക്കെ എന്നാണ് ശരിയെന്ന് തോന്നുന്നു. ആൻസർ വരുന്നത് ഇന്ത്യയിലുടനീളം, ലോകമെമ്പാടും, ഇഷ്യൂ സംസ്ഥാനത്ത് മാത്രം, ഇന്ത്യയിലുടനീളവും പരസ്പര കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളും. ആൻസർ വരുന്നത് ഇന്ത്യയിലുടനീളം. നിങ്ങൾക്ക് ഒരേ സമയം എത്ര ഡ്രൈവിംഗ് ലൈസൻസ് വരെ കയ്യിൽ വയ്ക്കാം? പരമാവധി 3 ലൈസൻസ്, ഒന്നിലധികം തരം വാഹനങ്ങൾ ഓടിക്കാവുന്ന ഒറ്റ ലൈസൻസ്, എത്ര ലൈസൻസും ആകാം. എന്നിരുന്നാലും ഓരോ ലൈസൻസിലും ഒരു ക്ലാസ് വാഹനത്തെ മാത്രമേ അനുവദിക്കൂ. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ വരുന്നത് ഒന്നിലധികം തരം വാഹനങ്ങൾ ഓടിക്കാവുന്ന ഒറ്റ ലൈസൻസ്. സാധുവായ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വാഹനമോടിക്കാൻ മോട്ടോർ വാഹനം നൽകാമോ? നൽകാം, കാരണം ഡ്രൈവർ മാത്രമാണ് ഉത്തരവാദി. നൽകാം, ആ വ്യക്തി ഡ്രൈവിംഗ് വിദഗ്ധനാണെങ്കിൽ. വാഹനം അപകടത്തിൽപ്പെട്ടാൽ മാത്രം കുറ്റം? ഇല്ല, കാരണം വാഹനത്തിന്റെ ചുമതലയുള്ള വ്യക്തിയും ബാധ്യസ്ഥനാണ്. ആൻസർ വരുന്നത് ഇല്ല, കാരണം വാഹനത്തിന്റെ ചുമതലയുള്ള വ്യക്തിയും ബാധ്യസ്ഥനാണ്. സ്റ്റാൻഡേർഡ് ഹെഡ്ലൈറ്റുകൾക്ക് പുറമെ അധിക ഹെഡ്ലൈറ്റ് ഘടിപ്പിക്കാൻ ആകുമോ? നൽകാം, അധിക വെളിച്ചം റോഡിനെ തെളിച്ചമുള്ളതാക്കുന്നു. നൽകാം, വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന് കാഴ്ചക്കുറവുള്ളപ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരെണ്ണം ചേർക്കാം. ഇല്ല, അധിക ലൈറ്റുകൾ പാടില്ല. വാഹനത്തിന്റെ അടിഭാഗത്ത് നൽകാം. ആൻസർ വരുന്നത് ഇല്ല, അധിക ലൈറ്റുകൾ പാടില്ല. റിയർ വ്യൂ മിററിൽ എന്തെങ്കിലും തൂക്കിയിടുന്നത് ഡാഷ്. ആൻസർ വരുന്നത് നിയമപരമായി തെറ്റാണ്, അതിൻ്റെ വലിപ്പം അനുസരിച്ച് അനുവദനീയമാണ്, ഒബ്ജക്റ്റ് ഡ്രൈവറുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നില്ലെങ്കിൽ അനുവദനീയമാണ്, വസ്തു മറ്റ് റോഡ് ഉപഭോക്താക്കൾക്ക് തടസ്സമാകുന്നില്ലെങ്കിൽ അനുവദനീയമാണ്. തൂക്കിയിടുന്നത് നിയമപരമായി തെറ്റാണ്. ഡ്രൈവർമാർ ഹോൺ മുഴക്കരുത്. വൺ വേ റോഡിൽ, പ്രധാന റോഡിൽ, നിശബ്ദ മേഖലയിൽ, മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ആൻസർ നിശബ്ദ മേഖലയിൽ. രജിസ്ട്രേഷൻ നമ്പറുകൾ പ്രകാശിപ്പിക്കേണ്ടത് ഏത് കളർ ലൈറ്റ് കൊണ്ടാണ്? ചുവന്ന വെളിച്ചം, വെളുത്ത വെളിച്ചം, നീല വെളിച്ചം, ആംബർ ലൈറ്റ്. ആൻസർ വരുന്നത് വെളുത്ത വെളിച്ചം. MV ആക്ട് 1988 സെക്ഷൻ 131 ഡ്രൈവറുടെ ചുമതലകൾ നിശ്ചയിക്കുന്നു. ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ട ചുമതലയെ സംബന്ധിച്ച്, സിഗ്നലും സിഗ്നലിംഗ് ഉപകരണങ്ങളും സംബന്ധിച്ച്, കാവൽക്കാരില്ലാത്ത റെയിൽവേ ലൈൻ ക്രോസുകളിലെ മുൻകരുതലുകളെ സംബന്ധിച്ച്, അപകടമുണ്ടായാൽ ഡ്രൈവറുടെ ഡ്യൂട്ടി സംബന്ധിച്ച്. ആൻസർ കാവൽക്കാരില്ലാത്ത റെയിൽവേ ലൈൻ ക്രോസുകളിലെ മുൻകരുതലുകളെ സംബന്ധിച്ച്. ഏത് ക്ലാസ് വാഹനങ്ങളിലും ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങൾ അനുവദനീയമാണോ? എങ്കിൽ ഏത് ക്ലാസ്സിൽ? അതെ, സ്റ്റേജ് കാരേജ് ബസ്സുകളിൽ, കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളിൽ, അതെ EIBയിൽ. ഒരു ക്ലാസ് വാഹനങ്ങളിലും അനുവദനീയമല്ല. ആൻസർ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളിൽ. വാഹനമോടിക്കുമ്പോൾ രക്തത്തിൽ മദ്യത്തിന്റെ അളവ് ഡേഷിൽ കൂടിയാൽ ശിക്ഷാർഹമാണ്. 100 ml രക്തത്തിൽ 30 mgയിൽ കൂടുതലായാൽ, 100 ml രക്തത്തിൽ 30 mgയിൽ കുറവായാൽ, 100 ml രക്തത്തിൽ 100 mgയിൽ കൂടുതലായാൽ, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ വരുന്നത് 100 ml രക്തത്തിൽ 30 mgയിൽ കൂടുതലായാൽ. ഡ്രൈവറുടെ അരികിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ വാഹനം നിയന്ത്രിക്കാൻ അസൗകര്യം ഉണ്ടാക്കുന്നുവെങ്കിൽ RTOയുടെ അനുമതിയോടെയാണ്. അനുവദിക്കാം, അനുവദനീയമല്ല, അടിയന്തര സാഹചര്യങ്ങളിൽ അനുവദനീയമാണ്, ഒരു കുറ്റമല്ല. ആൻസർ വരുന്നത് അനുവദനീയമല്ല. വാണിജ്യ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിന്റെ നിറം: മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരം, കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരം, വെളുത്ത പ്രതലത്തിൽ കറുത്ത അക്ഷരം, മഞ്ഞ പ്രതലത്തിൽ വെള്ള അക്ഷരം. ആൻസർ വരുന്നത് മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരം.
ലേണേഴ്സ് കരസ്ഥമാക്കിയതിന് ശേഷം കുറഞ്ഞത് എത്ര ദിവസത്തിന് ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകാവുന്നത്? 7 ദിവസം, 30 ദിവസം, 60 ദിവസം, 90 ദിവസം. ഈ ആൻസർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. 30 ദിവസം. മോട്ടോർ കാറിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം: കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരം, മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരം, കറുത്ത പ്രതലത്തിൽ വെള്ള അക്ഷരം, വെളുത്ത പ്രതലത്തിൽ കറുത്ത അക്ഷരം. ആൻസർ വരുന്നത് വെളുത്ത പ്രതലത്തിൽ കറുത്ത അക്ഷരം. നിങ്ങൾ ഒരു ഇടുങ്ങിയ പാലത്തെ സമീപിക്കുമ്പോൾ മറ്റൊരു വാഹനം എതിർവശത്ത് നിന്ന് പ്രവേശിക്കാൻ പോവുകയാണെങ്കിൽ വേഗത കൂട്ടുക, ഹെഡ്ലൈറ്റ് ഇട്ട് പാലം കടക്കുക, മറ്റേ വാഹനം പാലം കടക്കുന്നതുവരെ കാത്തിരിക്കുക, തുടർന്ന് മുന്നോട്ട് പോകുക. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ വരുന്നത് മറ്റേ വാഹനം പാലം കടക്കുന്നതുവരെ കാത്തിരിക്കുക, തുടർന്ന് മുന്നോട്ട് പോകുക. LMV വാഹനം അഥവാ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ പ്രായം എത്ര? 16 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സ്, 21 വയസ്സ്. ആൻസർ വരുന്നത് 18 വയസ്സ്. ഹോൺ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ആരാധനാലയങ്ങൾക്ക് സമീപം, ആശുപത്രിക്ക് സമീപം, കോടതികൾ, പോലീസ് സ്റ്റേഷന് സമീപം, ജംഗ്ഷനുകളിൽ. ആശുപത്രികൾ, കോടതികൾ എന്നിവയ്ക്കരികിലാണ് ഹോൺ നിരോധിച്ചിരിക്കുന്നത്. ഒരു സ്വകാര്യ വാഹനത്തിൻ്റെ രേഖകൾ: രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GCR, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, PUC സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, നികുതി, ടോക്കൺ, PUC സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, PUC സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GCR പെർമിറ്റ്, PUC സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ടാക്സി ടോക്കൺ. ശ്രദ്ധിക്കുക, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, നികുതി, ടോക്കൺ, PUC സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ആവശ്യം.